much we is pleasure, boom, cheap pleasure. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ടെക്സസ് ചെയിൻസോ മാസ്കർ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. ആരാ മറ്റേ ഇതില്ലേ മാൽബ്രോ, പുള്ളി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ കൂടെ ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഗൈസ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഗൈസ് ഒരു കോമ്പൗണ്ടാണ്. അതിനകത്ത് ഈ നാല് പേരുണ്ട്. നമുക്ക് 4 പേര് നമ്മുടെ ടീമും 4 പേര് എതിർ ടീമാണ്. ഈ എതിർ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മളായിരിക്കും ആ കില്ലർ ടീം. മനസ്സിലായി ഗൈസ്, നമ്മൾ കില്ലർ ടീമായിരിക്കും. അവർ ആ ഒരു രക്ഷപ്പെടുന്നൊരു ടീമായിരിക്കും. നമ്മൾ അവരെ കൊല്ലണം ഗൈസ്. അതാണ് സംഭവം. ഞാൻ മുഴുവനായിട്ട് പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യുക ഗൈസ്. ഈ ഗെയിം എന്ന് പറയുന്നത് വെച്ചാൽ ഒരു സൈക്കോ കില്ലറിനെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഗൈസ്. ഇതിൽ നമുക്ക് ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് 2 തരം പ്ലേയേഴ്സാണ് ഗൈസ് ഉള്ളത്. ഒന്ന് സൈക്കോയുടെ ആൾക്കാർ, ഒന്ന് അല്ലാത്ത വേറൊരു സംഭവമുണ്ട്. എന്തായാലും എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും ഗൈസ്. അപ്പം അന്നത്തെ ഈ രണ്ടാമത്തെ സൈക്കോയുടെ ആൾക്കാർ ഈ വീട്ടിൽ 4 പേരെ പിടിച്ചോണ്ട് വരും. ആ 4 പേര് രക്ഷപ്പെടാൻ നോക്കണം. അതാണ് ഗൈസ് ഈ ഗെയിം. നമ്മളാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഗെയിമിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ സൈക്കോയാണ്. നമ്മൾ ഫസ്റ്റ് കിടക്കുന്ന ഇതിൻ്റെ പേര് തന്നെ ഉണ്ടോ, അതെൻ്റെ പേരാണ് ഗൈസ്. ബാക്കി വിസിറ്റൻസോ എന്തായാലും കൊള്ളാം. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നവരാണ് ആ 4 പേര് ഗൈസ്. മനസ്സിലായോ? എൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഞങ്ങൾ 3 പേരും അവർ 4 പേരുമാണ് ഈ കളിയിൽ ഗൈസ്. ഇപ്പം മനസ്സിലായോ സംഭവം? ഇതാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന ഇവന്മാരെ വെട്ടിയിട്ട് ഇവന്മാരുടെ ബ്ലഡ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ബ്ലഡും കളക്ട് ചെയ്യണം, ഇവന്മാരെ കൊല്ലുകയും ചെയ്യണം ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് കളക്ട് ചെയ്യണം, കളക്ട് ചെയ്തിട്ട് അങ്ങനെ വെട്ടി കൊല്ലണം ഇവന്മാരെ. എന്നിട്ടാണ് ഗൈസ് നമ്മൾ ഒരു അപ്പൂപ്പനുണ്ട്, ആ പുള്ളിക്ക് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് കൊടുക്കണം. പുള്ളി ഒരു വയ്യാത്തൊരു മനുഷ്യനാണ്. പുള്ളിക്ക് പോയി ബ്ലഡ് ആ ഒരു കുപ്പിക്കകത്ത് നമ്മൾ കളക്ട് ചെയ്ത ബ്ലഡ് പുള്ളിയുടെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് തല നേരെ ഒപ്പിച്ച് കൊടുക്കണം ഗൈസ്. അതാണ് ഗൈസ് ഈ ഗെയിം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. ചിലപ്പോൾ തന്നെ നമുക്ക് ഭ്രാന്ത് വരും ചില സമയത്ത്. അറത്തങ്ങ് കൊല്ലാൻ തോന്നും ചില നോമാരൊക്കെ ഓടുന്ന കാണുമ്പോൾ ഗൈസ്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കൂടാണ്. ഇപ്പം തന്നെ 6 പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. കുറച്ച് ചിലപ്പോൾ ലാഗ് അടിക്കുമായിരിക്കും. എന്തായാലും ഗൈസ് വീഡിയോയുടെ ലെന്ത് കൂട്ടായിരിക്കാൻ വേണ്ടി നൈസായിട്ടൊന്ന് സ്കിപ്പ് ചെയ്ത് വിടുവാണേ. ആൾ വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ കളി തുടങ്ങി. ഇങ്ങനെയാണ് ഗൈസ് ലോഡിങ്ങുകൾ മുമ്പേ കണ്ടാണല്ലോ. ഇങ്ങനെയാണ് ഗൈസ് സംഭവം എന്ന് പറയുന്നത്. ഫസ്റ്റ് ചെറിയൊരു സ്റ്റോറി പോലെയാണ് ഗൈസ് ഈ ഗെയിമിൻ്റെ തുടക്കം. കാണിച്ചു തരാം ഗൈസ്. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഓക്കെ, ഇങ്ങനെയാണ് ഗൈസ് ചെറിയൊരു സ്റ്റോറി പോലെ. ഇതാണ് ഗ്രാൻഡ്പാ. ഈ പുള്ളിക്കാണ് നമുക്ക് ബ്ലഡ് കൊടുക്കേണ്ടത് എപ്പോഴും. പിന്നെ അവരെയൊക്കെ ഹണ്ട് ചെയ്തിട്ട് നമുക്ക് അവരുടെ നിന്ന് ഹണ്ട് പോലെ ചെയ്തിട്ട് അവരുടെ നിന്ന് ബ്ലഡ് എടുക്കണം ഗൈസ്. ഇതൊരു മറ്റേ ഈ സോ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് ഗൈസ്. അത് ഒരു സൈക്കോ കില്ലറിൻ്റെ ആണ്. ഏകദേശം അതേപോലെ തന്നെയാണ് സംഭവം. അതിനകത്തും ഇതുപോലെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ വലിച്ച് മറ്റേ കുന്തത്തിനകത്ത് കയറ്റുന്നത് ഗൈസ്. പിന്നെ നമ്മുടെ മറ്റേ മാസ്റ്റർ വിജയുടെ സിനിമയ്ക്കകത്ത് അവസാനം വിജയ് സേതുപതി ഇതുപോലെ എടുത്ത് എറിയുന്നുണ്ട് ഗൈസ്. അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നോക്കാം. ഇവിടെ ലൈറ്റ് ഉണ്ട് ഗൈസ്. എന്തിടാ ഗൈസ്, ഇരിക്കുന്നവള് ഗൈസ്. എടാ ഇതിനകത്തൂടെ കയറാൻ പോലും പറ്റുന്നില്ല ഗൈസ്. നമ്മൾ സൗണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും കേട്ടോ. നമുക്ക് അവർ സൗണ്ട് ഉണ്ടാക്കിയതിന് നമുക്കറിയാൻ പറ്റും. നമുക്ക് ആ ഒരു ഇത് വരും, സൗണ്ടിൻ്റെ ഒരു സംഭവം ഗൈസ്. എടോ ഇവിടെ പോയി അങ്ങനെ കൊല്ലണം ഗൈസ്. ഇവർ രക്ഷപ്പെടാൻ നോക്കും, ഇത് രക്ഷപ്പെടുത്താൻ സമ്മതിക്കില്ല ഗൈസ്. അതാണ് ഞാൻ ഒത്തിരി ഒന്നും കളിച്ചില്ല ഗൈസ്. ആകെ ഒരു കളി കളിച്ചുള്ളൂ. അങ്ങനെയാണ് ഗൈസ് നമ്മുടെ ഗ്രാൻഡ്പാ സൗണ്ട് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു ഗൈസ്. ഈ ഏണിയൊന്നും കയറാൻ പറ്റൂലെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം ഗൈസ്. അവിടെ നമ്മൾ കഥ തുറന്നുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, എന്താണെന്ന് അറിയില്ല ഗൈസ്. ആകെ
ഇതിൽ നിന്ന് എങ്ങനെ ഒന്ന് വെളിയിറങ്ങുന്നത്? ഗൈസ് നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. നോട്ട് അവള് പോകുന്നു. എടാ എന്തോന്നടാ അവള് പോയി. എടാ എന്തോന്ന് ചെയ്യാനെന്ന് പറ ഗൈസ്. ഇതെന്തോന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും പോകാൻ പറ്റുന്നില്ല. അവർക്കൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. ദിസ് ഈസ് ടു മച്ച്. ഇതെന്ത് ചെയ്യാനെന്ന് പറ. നമ്മളിതിനകത്ത് 100 ആയിപ്പോയി ഗൈസ്. അപ്പം നമ്മളൊരു ഹൾക്കിൻ്റെ പവർ പോലെ ചുമ്മാ വെട്ടറാ. അയ്യോ എടാ വെട്ടറാ. എടാ എന്നാടാ നീ കാണിച്ചേ? എടാ ഗൈസ് ഒന്നും നടക്കുന്നൊന്നുമില്ല. ദേഷ്യം വരുന്നു ഗൈസ്. എടാ എന്താ ചാൻസ് കിട്ടി ഗൈസ്. ഇത് നമ്മുടെ ഏരിയ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഏറെ താക്കോലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ കയ്യിൽ നമുക്ക് തുറക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇവിടൊക്കെ എല്ലാം. പിന്നെ ഗൈസ് നമ്മൾ വെളിയിൽ വന്നു ഗൈസ്. ഇങ്ങനെയാണ് ഗൈസ് വെളിയിൽ. പിന്നെ അവിടെ സൈഡിലൊരു അപ്പൂപ്പനെ ചാരി വെച്ചിട്ടുണ്ട് ഗൈസ്. ആ പുള്ളിയെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇരിപ്പുണ്ട് പുള്ളി ഇവിടാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം. ദേ ഇരിക്കുന്നു ഗൈസ്. ഇങ്ങേരാണ് അങ്ങേര് ഗൈസ്. ഇത് എടാ ഇത് ഓടിപ്പോന്നല്ലോടാ. എടാ ഇത് ഏതാടാ ഇത് ഗൈസ്? അത് ഗൈസ് നമ്മുടെയാണ് ഗൈസ്. നമ്മുടെ ആളാണ്. എന്തായാലും കൊള്ളാം. ഇതുവഴിയെല്ലാം ആരെങ്കിലുമൊക്കെ ഇത് ഒരു കോമ്പൗണ്ടാണ് ഗൈസ്. എടാ വെട്ടറാ എടാ എന്നിട്ട് എന്തി അവളെന്തി ഗൈസ്? എടാ അവര് വെട്ടിട്ട് അവളെ കാണുന്നില്ല. എടാ ഗൈസ് അവള് തുറന്നില്ല. അതിന് മുന്നേ അവളെ ഞാൻ വെട്ടി ഗൈസ്. 2 ആക്കിയെന്ന് തോന്നുന്നു ഗൈസ്. കാണുന്നില്ല ഗൈസ് എവിടാന്ന് പോലും. ഒരു പാവമായിരുന്നു ഗൈസ്. എൻ്റെ ദേഹത്ത് ചോരയുണ്ട്. അതൊരു ചോര ഏൽപ്പിച്ച് നടക്കുന്നവരുണ്ട് ഗൈസ്. നമ്മുടെ ഗ്രാൻഡ് പേക്ക് ഫീഡ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇങ്ങനെയാണ്. കഷ്ടമുണ്ടറാ. ഈ പുള്ളിക്കൊക്കെ ഇതൊക്കെയാണ് കൊടുക്കുന്നത്. പുള്ളിയൊക്കെ ഇരിക്കുന്നുണ്ട്. എത്ര മാന്യമായിട്ടാണ് പുള്ളി ഇരിക്കുന്നത്. കരുത്തിന് പിടിച്ച് നേരെയൊക്കെ വെക്കുന്നു ഗൈസ്. പുള്ളിയുടെ ലുക്കേ ഉള്ളു അങ്ങനെ. പുള്ളി ശരിക്കും ഒരു ദുഷ്ടനാണ് ഗൈസ്. ഇവരെ കൊണ്ട് ഞാൻ തോറ്റ് ഗൈസ്. ഇവരൊക്കെ രക്ഷപ്പെടാൻ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് ഗൈസ്. ഡയറക്ഷൻ കിട്ടണം. ഡയറക്ഷനാണ് ഗൈസ് നമുക്ക് വേണ്ടത് ഗൈസ്. ഇതിനകത്ത് ആരുമില്ല. നോ ഗൈസ്. ഇവിടെ നോയിസ് ഉണ്ട്. പക്ഷെ ഇവിടെ ആരുമില്ല ഗൈസ്. എടാ തിരിയടാ ഒന്ന്. എടാ തിരി വെട്ട്. എടാ അവിടെ. എടാ എന്തിയാടാ പെണ്ണും പിള്ള. എൻ്റെ ദൈവമേ. ഇവരെ കൊണ്ടൊന്നും ഗൈസ് ഒരു ഗുണവും ഇല്ല. ചുമ്മാ എടാ കിട്ടിയില്ലേ? എടാ അത് നമ്മുടെ ടീമാണോ ഗൈസ്? അത് നമ്മുടെ ടീമാണോ ഗൈസ്? നമ്മുടെ ടീമാണ് ഗൈസ്. എന്തിയടാ ഗൈസ്? നമ്മുടെ അപ്പൂപ്പൻ തോണ്ട് കിടക്കുന്നു ഗൈസ്. നമ്മുടെ അപ്പൂപ്പൻ. അയ്യോ നിങ്ങളുടെ അപ്പൂപ്പൻ ഗൈസ്. പുള്ളി ചത്തം തോന്നുന്നു ഗൈസ്. അയ്യോ കഷ്ടമുണ്ടല്ലോ. എന്താ ചെയ്യാനാ ഗൈസ്? എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. ഇവിടെ എവിടെയെങ്കിലും കാണും. കൊച്ചാട്ടൻ ഉറങ്ങാൻ തോന്നുന്നു ഗൈസ്. ബാക്കി അവന്മാർ എന്ത് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അവന്മാരെ വെട്ടി കണ്ടിക്കാനുള്ളോ. എന്ത് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ട് തന്നാലിനെ കൊള്ളായിരുന്നെന്നും കണ്ടിച്ച് 2 ആക്കുമായിരുന്നു ഗൈസ്. ഈ കഥ ഞാൻ തുറന്നിട്ടതാ. ഇത് ആരാണ്ട് അടച്ചിട്ട്. അതായത് ഇവിടെ ആരോ ഉണ്ട്, അല്ലെങ്കിൽ ഇതുവഴി ആരോ പോയി. അതാണ് ഗൈസ് സത്യം ഗൈസ്. ഇത് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അങ്ങനെ കാണത്തില്ല. അതാണ് ഗൈസ് ഒരു സത്യം. നമുക്ക് കാണത്തില്ല എന്താണ് എവിടെയാണ് എന്നൊക്കെ ഗൈസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓടുന്ന വെച്ച് സ്പീഡിലാണെന്ന് തോന്നുന്നു. ഇതുവഴി കണ്ടോ നമുക്ക് കയറാൻ പറ്റത്തില്ല ഗൈസ്. ഇതൊക്കെയാണ് കുഴപ്പം. എനിക്കിതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരും. പിന്നെ നമുക്ക് കയറാൻ പറ്റണ്ടേ? നമുക്ക് കയറാൻ പറ്റിയില്ല. അതിൻ്റെ അകത്തൂടെ അവൻ്റെ തലയ്ക്കകത്തോടെ വെച്ച് ഇങ്ങോട്ട് കൊച്ചക്കൊരാന്നങ്ങോട്ട് അരയ്ക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. എന്താ ഇത്? ഓക്കെ എടാ നോണ്ട് അവൻ പോകുന്നു. ഇതെന്ത് സാധനം? ഇത് എങ്ങനെ ഇത് വെട്ടിയിട്ട് ചാവുന്നില്ല തേങ്ങ?
അവൻ പോയി ഗൈസ്, അവൻ പോയി. അയ്യോ, അവൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ അപ്പൂപ്പനെ ഫീഡ് ചെയ്യാൻ അടുത്ത പെണ്ണുമ്പിള്ള വന്നു. നമുക്കൂടെ ഒന്ന് ഫീഡ് ചെയ്ത് കൊടുത്തേക്കാം. കൊച്ചാട്ടനെ അവർ ജസ്റ്റ് ചുമ്മാ ഫീഡ് ചെയ്തിട്ട് പോകും. നമ്മൾ ഫീഡ് ചെയ്യുന്നൊരു സ്റ്റൈലൊക്കെയാണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എന്നാക്കിനകത്തോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ട് തലയിൽ നേരെ വെപ്പുണ്ട് ഗൈസ്. ഏതാ അങ്ങനെ ഇരിക്കണം. ഗുഡ് ബോയ് ഗൈസ്. ഇനി നമുക്ക് അവിടെ ഒരു സൗണ്ടിൻ്റെ ഇതുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പുള്ളിയെ ഫീഡ് ചെയ്യുമ്പോൾ പുള്ളി കാണിച്ചു തരും ഗൈസ് എവിടൊക്കെയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ. ഗൈസ് ഇവിടൊക്കെ ദോ ഗൈസ് അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ വരുന്നതിന് മുന്നേ തന്നെ കണ്ടോ ഗൈസ് പോവും. പിന്നെ നമുക്ക് അവനെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് ഗൈസ്. എന്തായാലും നോക്കാം. വാ എടാ, ഇന്നത്തേക്കൊന്ന് ഇന്നത്തേക്കൊന്ന് ഗൈസ്. നമ്മൾ സാധനം തുറന്നു ഗൈസ്. എനിക്ക് ഈ കളി തോക്കും ഗൈസ്, ഉറപ്പായിട്ടും തോക്കും. ഈ കളി 101% ഉറപ്പാണ് ഗൈസ്, തോക്കും. കാരണം വെട്ട് എടാ ബ്ലഡ് കളക്ട് ചെയ്താ. എടാ ഇതെന്താ എടാ ഇതെന്തുവാടാ ഇത് ഗൈസ്. ഈ ക്യാരക്ടറിന് പവറൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കതിപ്പോഴാണ് മനസ്സിലായത് ഗൈസ്. എടാ അവൾ രക്ഷപ്പെട്ട്. എടാ അതുകൊണ്ട് പോകുന്നു. എടാ പിടിക്കാൻ പോലും ആരുമില്ല ഗൈസ്. ഇവിടെ കൂട്ടത്തിലുള്ളവരൊക്കെ എവിടെ പോയി ചത്ത് കിടക്കുമെന്ന് ആർക്കും ഒരു പിടിയില്ല ഗൈസ്. അതെ, ഇതുവഴിയാണോ എന്ന് ചോദിച്ചാൽ ഇതുവഴി അല്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇതുവഴിയൊക്കെ ഒന്ന് പോയി നോക്കാം. എന്തായാലും ഇതുവഴിയാണെങ്കിൽ നോക്കാം. സൗണ്ട് കേട്ടേനെ ഗൈസ്. എവിടെ പോയി കിടക്കുക ഗൈസ്. ദേഷ്യം വരുന്നുണ്ട് ഈ ഇതും പിടിച്ചോണ്ടിരിക്കുന്നവന്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ പൊട്ടലാക്കണം മനുഷ്യന് ഗൈസ്. നമ്മൾ ബ്ലഡൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാന്ന് പറയാ. കൊച്ചവിടെ പോയി. അവളിപ്പോൾ എത്രാമത്തെ വട്ടം വെട്ടുന്നത്? 2ാമത്തെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ ബ്ലീഡിങ് വന്ന് ചാവേണ്ട കേസാണ്. ചുമ്മാ ഇതൊക്കെ ദാറ്റ് ഈസ് ടു മച്ച് ഗൈസ്. അവിടെ ഗേറ്റിൽ നിന്ന് നോയ്സ് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അവിടെ പോയി അവരെ നോക്കണം. നമുക്ക് നോക്കാം ഗൈസ്. നോക്കാം ഗൈസ്. എന്ത് ചെയ്യടാ. എസ്കേപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എസ്കേപ്പ് ചെയ്യാൻ ഗൈസ് ചാൻസ് ഉണ്ട്. ആരാണ്ട് എസ്കേപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആരെങ്കിലും എസ്കേപ്പ് ആവും, ഉറപ്പായിട്ടും ആവും. അവിടെ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. എല്ലാവരും എസ്കേപ്പ് ആവാറായി വെച്ചേക്കുക. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന 2 അവന്മാർക്കും ഒന്ന് വെട്ടിക്കൊല്ലാൻ പോലും അറിഞ്ഞുകൂടാ. ഞാൻ വല്ലാണ് ആ സ്പോട്ടിൽ 2 വെട്ടിന് തീർത്തേനെ അവനെ ഗൈസ്. വെട്ടുന്നു. ആ എടാ ഇത് എങ്ങോട്ടാടാ വെട്ടുന്നത്? അങ്ങോട്ട് വെട്ടറാ. എടാ എന്തോ പാഴാടാ നീ. ഗൈസ് അത് ഞാൻ തന്നെയാണ്, എന്നാലും അങ്ങ് പറഞ്ഞതാ. വെട്ടുന്ന ഇങ്ങനെയാണോ? ഒരാളെ വെട്ടാൻ അറിഞ്ഞൂടെ ഗൈസ്? ഒരുത്തിയെ കൊന്നു ഗൈസ്. ഇനിയും കിടക്കുന്നു 3 പേരൂടെ ഗൈസ്. അവർ 3 പേരും എസ്കേപ്പ് ആവുമെന്നാണ് ഗൈസ് തോന്നുന്നത്. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ബ്ലഡ് കൊടുത്തേക്കാം. പുള്ളിക്ക് കൊടുത്തേക്കാം. തുറക്കങ്ങോട്ട്. മര്യാദക്കൊക്കെ ഇരിക്കണം കേട്ടോ. പുള്ളിക്ക് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് തല പിടിച്ച് നേരെ വെക്കണമുണ്ടോ? കഷ്ടമുണ്ട്. ഇത് വെച്ച പുള്ളിയുടെ കഴുത്തങ്ങ് അറുത്തുകളാണ് ഗൈസ്. കുറച്ച് ഇതല്ലേ, ഫുള്ള് വയലൻസ് ആണ് ഗൈസ് ഈ ഗെയിം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കൊച്ചു പിള്ളേർക്കൊന്നും കളിക്കാൻ പറ്റത്തില്ല. ഇതൊരു 18+ ഗെയിം തന്നെയാണ് ഗൈസ്. 18+ന് താഴെയുള്ള പിള്ളേർക്കൊന്നും കളിക്കാൻ പറ്റുന്ന ഗെയിമേ അല്ല ഗൈസ്. എന്താണ് ഒരു മൈൻഡിലൊരു സൈക്കോ കില്ലറിനെ വളർത്തും ഈ ഒരു ഗെയിം ഗൈസ്. ഗൈസ് നമ്മുടെ അപ്പൂപ്പൻ എന്തോ പറ്റി. എടാ ഞങ്ങളുടെ അപ്പൂപ്പനെ കൊന്നോടാ നീ. ഇപ്പോഴല്ലേടാ ഒരു കുപ്പി ചോര പുള്ളിയുടെ അണ്ണാക്കിൽ ഒഴിച്ച് കൊടുത്തിട്ട് വെച്ചേക്കുന്നത്. കൊന്നോ നീ അങ്ങേര് ഗൈസ്? ആരാണ്ടൊക്കെയോ ഏതാണ്ടൊക്കെയോ ഇടിച്ചു വിളിച്ചോണ്ട് പോകുന്നു. എന്തായാലും നോക്കാം. എടാ എന്ത് ചെയ്യടാ അങ്ങേര്? സോറി അങ്ങേരും പോട്ടെ. ബാക്കിയുള്ളവരെന്ത് ചെയ്യുന്ന അറിഞ്ഞൂടാ ഗൈസ്. എൻ്റെ പവറൊക്കെ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഗൈസ്. ഞങ്ങളുടെ അപ്പൂപ്പൻ തേണ്ട റിക്കവറായി വരുന്നേ ഉള്ളൂ ഗൈസ്. തോണ്ട് അവിടെ അവൻ ഗേറ്റ് തുറക്കുന്നു ഗൈസ്. അയ്യോ അവൻ രക്ഷപ്പെട്ട്. 2 പേരുണ്ട്. എടാ വെട്ടാ. ഓക്കെ
ഇവിടെ എന്തോ കാണിച്ചോണ്ടിരിക്കും വെട്ടണ്ടേ നേരത്തെ. ഇവിടെ എന്തോ അവൻ രക്ഷപ്പെട്ടറാ അത് ഗൈസ്, രക്ഷപ്പെട്ടവര്. ഇനി ഒരു ഇതോടെ ഉള്ളു, ഒരു പുള്ളിയും കൂടെ ഉള്ളു ഗൈസ്. എന്താണ് ഗൈസ് ഇത് ചുമ്മാ ഗൈസ്. ഇവന് ഓടായിട്ടൊരു സ്പീഡ് കുറവുണ്ട് കേട്ടോ. ഇങ്ങനെ സംഭവം ചുമ്മാ ഇവൻ എന്ത് കാണിക്കുവാന്ന് പറ. കോഴിയൊക്കെ വെട്ടി അങ്ങ് നുറുക്കണം. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു ചുമ്മാ ഇത്രയും ഗൈസ് ചെയ്തതല്ലേ. എന്തായാലും ഗൈസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇടയ്ക്കൊക്കെ എനിക്ക് ഓർമ്മ വരത്തുള്ളൂ ഈ കാര്യമൊക്കെ. ചിലപ്പോൾ ഈ ഗെയിമിനകത്ത് മുഴുകിയിരിക്കുന്നുണ്ടായിരിക്കും ഗൈസ്. നമ്മുടെ അപ്പൂപ്പനെ അവൻ എന്തോ ചെയ്ത് പുള്ളി വയ്യ പുള്ളിക്ക് ഗൈസ്. പുള്ളിക്ക് മുമ്പേയും കൂടെ ഒരു കുപ്പി ചോര കൊടുത്തതേ ഉള്ളൂ. എന്തോ ഒന്ന് പറ്റി. പുള്ളിയെ ഒന്നുകൂടെ പോയി നമുക്ക് ബ്ലഡ് കൊടുക്കാം ഗൈസ്. പുള്ളിക്ക് ബ്ലഡ് ഇനിയും കൊടുത്തേക്കാം ഗൈസ്. ഈ പുള്ളിക്ക് ബ്ലഡ് കൊടുക്കും തോറും എനിക്ക് തോന്നുന്നു നമുക്ക് പവർ കൂടും തോന്നുന്നു. അങ്ങനെ എന്തോ സംഭവമൊക്കെയാണ്. അങ്ങനെ എന്തോ ഒരു ഇതിലാണ് ഗൈസ് ഈ ജീവിക്കുന്നത് ഉണ്ടോ. എന്തായാലും കൊള്ളാം. എന്ത് ബാക്കി ഒരുത്തനോടുണ്ട് ഗൈസ്. ഒരേ ഒരുത്തൻ ഗൈസ്. അവൻ ഉറപ്പായിട്ടും രക്ഷപ്പെടും, അതിന് യാതൊരു സംശയമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ്. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ആ ചെറുക്കനൊന്നും സൗണ്ട് പോലും ഉണ്ടാകുന്നില്ല. പിന്നെ എങ്ങനെ അവനെയൊക്കെ ഞാൻ കണ്ടുപിടിക്കും? അവനൊരു ഗേറ്റ് തുറക്കുന്ന സൗണ്ടിൽ ഒപ്പിച്ചല്ലേ ഗൈസ്. മറ്റേ ഡിസ്കണക്റ്റ് ആയെന്ന് തോന്നുന്നു. അവനാണോ ഡിസ്കണക്റ്റ് ആയത് ഗൈസ്? എന്തോ ഒന്ന് ഡിസ്കണക്റ്റ് ആവുമോ എന്തോ ഒന്ന് പറ്റി. അത് വേറെ ആരാണ്ടാണ്, ഞാനല്ല കേട്ടോ ഗൈസ്. ഇതേ നമുക്ക് ഇതിൻ്റെ ഒന്നും ഇടയിലൂടെ ഒന്നും പോകാൻ പറ്റുന്നില്ല. പറ്റിയാൽ കൊള്ളായിരുന്നു ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഓടിച്ചിട്ട് കിട്ടിയേനെ. അത് ശരി അറിഞ്ഞില്ല, വെട്ടാൻ അറിയത്തില്ല ഗൈസ്. വെട്ടുമ്പോൾ ചുമ്മാ ഈ കാട്ടിലൊക്കെ നമുക്ക് പോയി എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയൊക്കെ ആൾക്കാർ പോയി ഇരിക്കാൻ ചാൻസ് ഉണ്ട്. കാടൊക്കെ വെട്ടി തെളിക്കണം ഗൈസ്. അയ്യോ എടാ തോണ്ട് ഗേറ്റ് ഇറക്കുന്നു ഗൈസ്. അവൻ രക്ഷപ്പെട്ടു. അവൻ എസ്കേപ്പായി. ഇവരെ കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞു ഇവരെ കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ലെന്ന്. ഇതേ ഇപ്പോൾ പോകുന്ന എല്ലാവരും കൂടെ എന്തോ ഇനി പോവാ. അവൻ എവിടെ ഒളിച്ചിരിക്കുക. അതാ പറഞ്ഞ ഗൈസ്. അവൻ പോയി, അവൻ രക്ഷപ്പെട്ടു ഗൈസ്. ഇനി എന്ത് ചെയ്യും? അവൻ രക്ഷപ്പെട്ടു. അയ്യോ കളി തോറ്റേ ഗൈസ്. അവൻ്റെ സങ്കടമാണ് സഹിക്കാൻ വയ്യാത്ത. അത്രയും പേരെ കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് വന്നാൽ 4 പേരും രക്ഷപ്പെട്ടു ഗൈസ്. അതായത് ഒരുത്തനെ മാത്രമേ കൊന്നുള്ളൂ. ഒരുത്തനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരിത്രയും പേരില്ല, ഇവർ 3 പേരില്ല. പിന്നെ ആ അപ്പൂപ്പനും പുള്ളിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഓരോരോ വെറൈറ്റി ഗെയിം എന്നൊക്കെ പറയും, പക്ഷേ ഉള്ള ഗെയിമൊക്കെ അല്ലേ ഗൈസ് കളിക്കാൻ പറ്റും. എന്തായാലും അങ്ങനത്തെ ഗെയിമായിട്ടൊക്കെ ഇനിയും വരാം. ഓക്കെ, ബൈ.